അപ്പോ മാർക്കോ കണ്ടിറങ്ങിയേക്കാണ്. ഹനീഫ് അദേനി ബ്ലോക്ക് ബസ്റ്റർ ബോസാനിക്കോക്ക് ശേഷം ചെയ്ത പടമാണ് മാർക്കോ. അപ്പൊ മാർക്കോ എങ്ങനെയുണ്ട്? വയലൻസ് അവരെ പ്രൊമോട്ട് ചെയ്യണ സാധനം തന്നെ. അത്യാവശ്യം സെക്കൻഡ് ഹാഫിലോട്ടാണ് ആ സാധനമൊക്കെ കയറി വന്നത്. വയലൻസിന്റെ ഒരു ലൈനായിട്ടാണ് പടം മൊത്തത്തിലല്ല, സെക്കൻഡ് ഹാഫിലാണ് ഈ പറയാം. അല്ല, പടം തുടങ്ങിയ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഡയലോഗ്സ് എന്താ ഇങ്ങനെ ഇരിക്കണ, ഒരു മെനല്ലാത്ത ഡയലോഗ്സ്, സെന്റിമെന്റൽ സംഭവമൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇന്നലെ പാട്ട് ഫാമിലിയിൽ നിന്ന് സോങ് ഇറക്കിയപ്പോൾ തന്നെ തോന്നി ഫാമിലിയായിട്ട് ഭയങ്കര കണക്ഷൻ വരുന്ന പടമായിരിക്കും, ഫാമിലിക്ക് എന്തും പറ്റുമോ അത് ഇതൊക്കെ തന്നെ. മാർക്കോലും മറ്റേ മിക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പുള്ളി വന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ വരുന്ന സെറ്റപ്പ് ആയിരിക്കും എന്ന് തോന്നി. ഫസ്റ്റ് ഹാഫ് വന്നപ്പോൾ ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ഷോക്കായി. എന്താ അവസ്ഥ ഇതാണോ മാര് പറഞ്ഞ ഏറ്റവും വലിയ വയലൻസും തേങ്ങ മാങ്ങന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ നമ്മ അത്രയും പ്രതീക്ഷയുള്ള തന്നെ. അന്നേ ഹൈപ്പുണ്ട്, ഒരു ഇന്റർവ്യൂലും കൊടുക്കാണ്ട് ഇത്ര ഹൈപ്പ് ഒന്നെങ്കിൽ അത് പ്രതീക്ഷിക്കാനുള്ള സംഭവം. ഇന്റർവ്യൂവിൽ ഇന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കയറിയപ്പോഴാണ് ട്രാക്കിലേക്ക് കയറിയത്. നമ്മൾ പ്രതീക്ഷിച്ച സാധനമൊക്കെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഇപ്പൊ അവര് പ്രൊമോട്ട് ചെയ്തോളെ തന്നെ അത്യാവശ്യം നല്ല ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പടം വന്നുള്ള എനിക്ക് തോന്നുന്നു. കില്ല് കുറച്ചുകൂടി അങ്ങനത്തെ ടൈപ്പ് ഉള്ള ഇത്ര റഫായിട്ടൊന്നും അത് കാട്ടുള്ള, അത് കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ട് കാട്ടുണ്ട്. മറ്റേ നമ്മുടെ ഈ പുറത്തൊക്കെ ചെറിയ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനമൊക്കെ കയറി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സീൻ ഉണ്ടായില്ല അത്യാവശ്യം. KGF ചെയ്ത ആ ഒരു ഫീല് അങ്ങനത്തെ അല്ലെങ്കിലും പുള്ളി കുറച്ചുകൂടി പുള്ളി സാധാരണ ചെയ്ത തന്നെ പാറ്റേണിന് കുറച്ചുകൂടി മാറ്റി പിടിക്കാൻ നോക്കിയിട്ടുണ്ടെന്നാണ്. കാരണം സലാറൊക്കെ ഏതാണ്ട് ഒരു സെയിം പാറ്റേൺ പോലെ ഒന്നാണല്ലോ. പിന്നെ ഉണ്ണിമുകുന്ദൻ കുറിച്ചൊന്നും പറയാനുള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളി ഭയങ്കര എഫേർട്ട് ഉണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സിംഗിൾ ടേക്കിൽ തന്നെ ഒരു ലെങ്തി ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് ചുമ്മാ തീയായിട്ട് എടുത്ത് വെച്ചാണത്. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഷോക്ക് അടിച്ചിരുന്നത്, സെക്കൻഡ് ഹാഫിൽ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് വരുമ്പോൾ നമുക്കത് ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് ചില സ്ഥലത്തും ശരിക്കും ഡൗൺ ആയി പോകുന്നുണ്ട്. അത് സ്ക്രീൻ പ്ലേയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു എന്താ പറയാ, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറെ കയറി വരുന്ന സീനൊക്കെ ഉണ്ട്, ഒരു വില്ലൻ. അപ്പൊ അവിടെ തൊട്ടൊക്കെ കുറച്ചുകൂടിയും പടം അപ്പാവുണ്ട്. ശരിക്കും വയലൻസിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം ആ ഒരു ക്യാരക്ടറൊക്കെ വന്ന ശേഷമാണ് കാട്ടണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ മറ്റേ ക്ലൈമാക്സ് ആണ്, എൻഡ് ക്രെഡിറ്റ്സ്. ഞാൻ വിചാരിച്ച ആ പടം നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ ഇരുന്ന് കാണണം. കുറെ പേര് ഇറങ്ങിപ്പോയി, എൻഡ് ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കാണാൻ വേണ്ടി ഇരുന്നേ മനസ്സിലാവുള്ളൂ എന്തിനാ ഇരുന്നത്. 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിപ്പോയി വരുന്നത്. എന്തോ തിയേറ്ററിന്റെ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു. പടം അവന്മാര് ഓഫാക്കിയിട്ട് ചോദിക്കാനൊക്കെ പോയതാണ്. എന്നിട്ട് വിളിച്ചു ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഉള്ളൂ എന്നൊക്കെ. അത്ര ഉള്ളൂ എന്ന് മനസ്സിലായി. കാണുമ്പോ എന്തായാലും നിങ്ങൾ അങ്ങനെ പോയി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നീമ്പോൾ തിരിച്ചിരുന്നതിനാ മുമ്പ്. അപ്പൊ നിങ്ങള് തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കൊണ്ട് വിലയിരുത്താൻ നിൽക്കണ്ട, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ കുറച്ചുകൂടി നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ. ഹനീഫ് അദേനി നല്ലൊരു മനുഷ്യനാണ്.